ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മീൻ പെരട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മീൻ പെരട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മീൻ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല, ചെറുതാണെന്നുണ്ടെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇച്ചിരി മുള്ള് കുറവായിട്ടുള്ളത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് മീൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം. നമ്മുടെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് വലുതായിട്ടൊന്നും ആവശ്യമായിട്ടില്ല. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ് ഒരു ചെറിയൊരു ബൗളിലേക്ക്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മീനിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി. ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം എണ്ണ, വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരല്പം എണ്ണയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മുടെ മസാല എല്ലാം ഒരല്പം എണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മീനിലേക്കൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇത് കൈവച്ചിട്ട് നല്ലതുപോലെ എല്ലാ സ്ഥലത്തും നമ്മുടെ മീനിലേക്ക് മസാല ആകുന്നത് പോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലാ സ്ഥലത്തും ആകുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ മീനിലേക്ക് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വെറും ഒരു 15 മിനിറ്റ് മാത്രം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒരല്പം എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. എന്നാൽ ശരി, ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഒരു തവയിലേക്ക് ഒരല്പം മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ മീനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഫ്രൈ ചെയ്യണമെന്നുള്ള ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലതുപോലെ സാധാരണ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ അത്രയ്ക്കും അങ്ങനെ ഡീപ്പ് ഫ്രൈ ആവണം എന്നുള്ള ആവശ്യമില്ല. ഒരു സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ 2 സൈഡും നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ 2 സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് എടുക്കാം. ഈ മീനിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ വളരെ പെട്ടെന്ന് നമ്മുടെ മീനെല്ലാം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലയും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മീൻ പൊരിച്ചില്ലേ എണ്ണ, ആ എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ സെയിം കടായിൽ തന്നെ ബാക്കിയുള്ള മസാലയും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 ചെറിയ വെളുത്തുള്ളി അല്ലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതിയാവും. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഞാനിപ്പോൾ ഒരു 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞിട്ട് അത് കൂടി ചേർക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടേണ്ട ഉപ്പും കൂടി നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒന്നാണ്. സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് കളറൊക്കെ മാറി വരണം, അതുവരെയും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ സവാള എല്ലാം ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഞാനിപ്പോൾ ചെറിയ 2 തക്കാളിയിൽ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം.
കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി, കാരണം നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ പച്ചമുളക് കുറച്ച് മതിയാവും, അല്ലാന്നുണ്ടെങ്കിൽ നല്ല എരിവായി പോവും, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. അപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതിൻ്റെ പേരിലാണ് 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും എരിവില്ല കേട്ടോ ഈ മുളക് പൊടിക്ക്, കാശ്മീരി ചില്ലിയാണ്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടിയാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതും കൂടി. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഒന്ന് ലോയിൽ കുറച്ച് വെക്കണം, കാരണം മസാല അതിൻ്റെ പേരിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മാത്രം കേട്ടോ, അത്രയും സമയം മതി. ഇതുപോലെ ഞാനിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടിയാണ്. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളം ചൂടുള്ള വെള്ളമായാൽ അത്രയും നല്ലത്. അപ്പോൾ വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ തിളച്ചിട്ട് വരണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമ്മളിതിലേക്ക് നമ്മളിതാ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറിയ രീതിയിൽ നമ്മുടെ മീനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും, ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മിക്സ് ചെയ്താലും പൊടിഞ്ഞൊന്നും പോവില്ല, കാരണം നമ്മളിത് പൊരിച്ച മീനായതിൻ്റെ പേരിൽ അങ്ങനെ പൊടിഞ്ഞൊന്നും പോവില്ല. നമ്മുടെ ഈ മസാലയെല്ലാം നന്നായിട്ട് ഈ മീനിലൊക്കെ പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് 1 മിനിറ്റും കൂടി നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. 1 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി എല്ലാം നല്ലതുപോലെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പെരട്ട് ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതെല്ലാവർക്കും, മീൻ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു മീൻ പെരട്ടായിരിക്കും. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു മീൻ പെരട്ടാണ്. ഉറപ്പായിട്ട് ഇതെല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം, കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടൊരു പ്രചോദനം ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.